ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷത്തിന്റെ നിറവിലാണ്. വീടുകളിൽ പുൽക്കൂടൊരുക്കിയും നക്ഷത്രങ്ങൾ തൂക്കിയും കേക്കുകൾ രുചിച്ചുമെല്ലാം ആളുകൾ ക്രിസ്മസ് കൊണ്ടാടുന്നു. എന്നാൽ തിരുവനന്തപുരം കിളിമാനൂർ ആലത്തുകാവ് നിവാസികൾക്ക് ഇന്ന് ഒരു സങ്കടം നിറഞ്ഞ ദിനമാണ്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കത്തിനിടയിൽ 24-കാരനായ ചെറുപ്പക്കാരന് ജീവൻ നഷ്ടമായി എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളെ ഒരിക്കലും അവഗണിക്കരുത് എന്നതിന്റെ വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവം. കിളിമാനൂർ ആലത്തുകാവ് AS ഭവനിൽ അനിൽകുമാർ ഷീജ ദമ്പതികളുടെ മകനാണ് അജിൻ. അജിൻ കൂടി അംഗമായ അരശുവിള നാട്ടുകൂട്ടം ക്ലബിന്റെ ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ ഇന്ന് നടക്കാനിരിക്കുകയായിരുന്നു. അതിനായുള്ള അലങ്കാര പണികളിലായിരുന്നു ഇന്നലെ അജിനും സുഹൃത്തുക്കളുമെല്ലാം. അതിനിടെ ഇന്നലെ രാത്രിയോടുകൂടി അലങ്കാര വിളക്കുകൾ തൂക്കുന്നതിനായി അജിൻ ക്ലബിന് സമീപമുള്ള മരത്തിൽ കയറുന്നതിനിടെ തെന്നി താഴേക്ക് വീഴുകയായിരുന്നു. തലയടിച്ചാണ് വീണതെങ്കിലും കാര്യമായ ബാഹ്യപരുക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും സുഹൃത്തുക്കൾ ചേർന്ന് അജിനെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്നും ഡോക്ടർമാർ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തലയ്ക്ക് സ്കാൻ ചെയ്യുന്നതടക്കമുള്ള വിദഗ്ധ ചികിത്സകൾ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അജിൻ ഇതൊന്നും കാര്യമാക്കാതെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. തുടർന്ന് വീട്ടിൽ വന്ന് ഉറങ്ങിയ അജിനെ ഇന്ന് രാവിലെയോടുകൂടിയാണ് മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. രാവിലെ ചായയുമായി ചെന്ന അമ്മയാണ് അജിനെ ബോധരഹിതനായി കാണപ്പെടുന്നത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തലക്കേറ്റ ക്ഷതമാകാം മരണകാരണമായത് എന്നാണ് കരുതുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നാണ് പോലീസ് പറയുന്നത്. സീരിയൽ രംഗത്ത് എഡിറ്ററായി പ്രവർത്തിച്ചു വരികയായിരുന്നു അജിൻ. ഇതുകൂടാതെ നാട്ടിലെ റോയൽ ഇവന്റ്സ് എന്ന ഒരു കാറ്ററിംഗ് സ്ഥാപനത്തിലെ അംഗം കൂടിയായിരുന്നു. അജിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എന്തായാലും ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളെ അവഗണിച്ചതുകൊണ്ട് തന്നെയാണ് അജിന് ഇത്തരത്തിലൊരു വിധി ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.